മക്കളെ കൊണ്ടുപോയി കടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന ഉമ്മമാരാകരുത്. അവരുടെ ജീവിതം തൊലഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഉമ്മമാരാകരുത്. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ഉമ്മമാരെ, അപ്പുറത്തെ മുതലാളിയുടെ വീട്ടിൽ കൊടുത്ത ചോക്ലേറ്റിന്റെ പണമല്ല നീ നോക്കേണ്ടത്, അപ്പുറത്തെ വീട്ടുകാരൻ കൊടുത്ത ചോക്ലേറ്റിന്റെ വിലയല്ല നീ നോക്കേണ്ടത്. നിന്റെ മകന്റെ ശമ്പളത്തിലേക്കാണ്, നിന്റെ ജീവിതത്തിലേക്കാണ്, അവന്റെ ജീവിതത്തിലേക്കാണ്. കഴിയാത്തത് കൽപ്പിച്ചിട്ട് ആ കുട്ടി കഴിയാത്തത് എടുത്തിട്ട് പിന്നെ കടത്തിലായി പോയാൽ പിന്നാര് സംവിധാനിക്കും? പിന്നാര് കൊണ്ടുപോയി അവനെ സമാധാനിപ്പിക്കും? അവന്റെ കുടുംബജീവിതം തകരാൻ ചിലപ്പോൾ അത് കാരണമായി പോകും കേട്ടോ. കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇത്തരം ആവശ്യമില്ലാത്ത ചെലവുകൾ, ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ, ആവശ്യമില്ലാത്ത ദുശ്ചെയ്തികൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നവരാകരുത്. തഖ്വയോടെ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാണോ ഈ പരിപാടിയുടെ സംഘാടകർ? ഞാൻ ആ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരിക്കലും നമ്മളെ കൂട്ടുകെട്ടിൽ അത്തരം സ്വഭാവമുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ടായിക്കൂടാ. അനാവശ്യം ചെലവഴിക്കുന്നവരായിക്കൂടാ. ചോക്ലേറ്റ് പിടിച്ചു പോകുമ്പോഴേക്ക് ഹറാമ് വരുമോ? ചില ആളുകളെ സംശയമാണ്, ഇതെന്തൊരു ഇസ്ലാമാണ്? 6-ാം നൂറ്റാണ്ട് പറയേണ്ട മതാണല്ലോ ഈ മതം, ഇപ്പോഴും ഒരു മാറ്റം വരുത്താത്ത മതാണല്ലോ. ചോക്ലേറ്റ് പിടിക്കല് ഹറാമാണ് എന്നാണോ ഞാൻ ഇപ്പൊ പറഞ്ഞത്? അല്ല. ചോക്ലേറ്റ് കൊണ്ടുപോകല് ഹറാമാണ് എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല. അവന് കഴിയാത്ത ഭാരങ്ങൾ അവന്റെ തലയിലേക്ക് വെച്ചുകൊടുത്ത് അവനെ കടത്തിലേക്കാക്കി കളയരുത് എന്നാ ഞാൻ പറഞ്ഞത്. അത് ഇസ്ലാമല്ലേ? ഏതൊരു ബുദ്ധിയുള്ളവരും അറിയുന്നതാണ്, പറയേണ്ടതില്ലല്ലോ. അവൻ ചില പെങ്ങന്മാര് പറയും, അതൊന്നുമില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകല്? നിന്റെ വിവാഹം ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ വിവാഹം ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. നിന്റെ പുതിയ ആപ്പിൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവന് ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. താനോടത് പറഞ്ഞ അതവ് കേടാകൂലെന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യമില്ലാത്ത ഇത്തരം ദുസ്വഭാവങ്ങൾ, ഭാരങ്ങളായി ചെറുപ്പക്കാർക്ക് വെച്ചുകൊടുത്താൽ അവരെ വിവാഹം ചിലപ്പോൾ സമയത്തിന് കഴിക്കാൻ അവർക്ക് സാധിക്കൂല. ഹറാമിന്റെ വഴികളിലേക്ക് അവരെ പോകാൻ അത് കാരണമാണ്.